നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഞാൻ എന്റെ കാര്യങ്ങള് ഡോക്ടറോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ അമ്മയെ വിളിച്ചിട്ടൊന്നും അല്ല വന്നത്. മുത്തശ്ശന് ഇവിടെ വരണമെന്ന് തോന്നി വന്നതാ. ലച്ചു എന്നെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അമ്മ എന്നോട് സംസാരിച്ചതോ? അതിന് ഞാൻ എന്തിനാണ് ലച്ചു? ഗോവിന്ദന്റെ അമ്മയ്ക്ക് അവരുടെ ആഗ്രഹം നിന്നോട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയ സ്വാതി പിണങ്ങി പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നീ ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂടിയ സ്വാതിയുടെ മനസ്സിലെ സംശയങ്ങൾ മാറിക്കിട്ടാൻ അതൊരു കാരണവും. നിങ്ങളുടെ വിവാഹം ഉടനെ വേണ്ടെങ്കിൽ ഒരു വിവാഹ നിശ്ചയത്തിൽ നടത്തിക്കൂടെ? അത്രയെങ്കിലും നിനക്ക് ചെയ്തോടെ ലച്ചു. സഞ്ജു, ഇവളെ ഇനി ഇത് പറഞ്ഞ് വേദനിപ്പിക്കണ്ട. എന്താണ് ഈ ശാഠ്യം പിടിച്ച് ഇവൾ ജീവിതം പാഴാക്കുന്നതെന്ന് എനിക്കറിയണം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എന്റെ ജീവിതം പാഴാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാ. നിങ്ങൾ എന്റെ കഴുത്തി കെട്ടിയ താലി എന്റെ ജീവിതമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്കൊരു ജീവിതം വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതും ജീവിതമല്ലേ? ഞാൻ പലരുടെയും സഹായത്തോടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുമ്പോ അതില്ലാതാക്കി എന്നെ ഈ വീട്ടിൽ കൊണ്ടുവരാനല്ലേ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്? എത്ര വട്ടം ഞാൻ യാചിച്ച് പറഞ്ഞതാ എന്നെ എന്റെ വഴിക്ക് വിട്ടില്ല. പകരം വിവാഹം കഴിച്ച് ജീവിക്കാൻ പറയുന്നു. എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? ഇപ്പൊ എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. എന്നോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങളും ക്ലാസ് മുറിയും എനിക്കിപ്പോ സ്വന്തമായിട്ടുണ്ട്. ഈ മനുഷ്യൻ എനിക്ക് തന്ന ജീവിതം അത്. ഞാൻ എന്റെ ജീവിതമായിട്ട് ഇപ്പൊ കാണുന്നത് അതിനെയാ. കരിയില പോലെ ഒരാളിന്റെ ജീവിതത്തിൽ ചെന്ന് പറ്റാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് വിവാഹം കഴിക്കാൻ ഇനി നിങ്ങൾ പറയരുത്. ഞാനൊന്ന് പഠിച്ചോട്ടെ. അതിലൂടെ എനിക്കൊരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും സന്തോഷം തരുന്ന കാര്യമല്ലേ? ലച്ചുവിന്റെ തീരുമാനം ശരി. ലച്ചു ആ വഴിക്ക് തന്നെ പറ്റുള്ളൂ. ഇനി ഇതും പറഞ്ഞ് എന്റെ ഭാഗത്തു നിന്നും ആരും ലച്ചുവിന്റെ യാത്രയ്ക്ക് തടസ്സമായി വരില്ല. അവളാകെ മാറിയല്ലോ. അവള് മാറണം സഞ്ജു. അവളുടെ ഉള്ളിലൊരു തീയുണ്ട്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ചെന്ന് ചേരട്ടെ. നമ്മളായിട്ട് തടയരുത്. എന്തിനും ഏതിനും അവളുടെ പിന്നിൽ ഞാൻ ഉണ്ടാവും സഞ്ജു. അപ്പോ നിങ്ങൾ തമ്മിലുള്ള വിവാഹം കാത്തിരിപ്പിനോളം സുഖമുള്ള മറ്റൊരു വികാരവും ഈ ഭൂമിയിൽ ഇല്ല സഞ്ജു. ഞാൻ കാത്തിരിക്കും. അവള് സമ്മതം പറയുന്ന കാലം വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.